ഹായ് ഫ്രണ്ട്സ്, നൈറ്റിംഗിൾ ആൻഡ് റോസ്, ഓസ്കാർ വൈൽഡിന്റെ നൈറ്റിംഗിൾ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട് മക്കളെ? മനുഷ്യനും അതുപോലെ നാച്ചുറും അല്ലെ പ്രകൃതിയും തമ്മിലുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹം അല്ലെ. അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യരോട് കാണിക്കുന്ന സിൻസിയർ അല്ലാത്ത, ആത്മാർത്ഥത ഇല്ലാത്ത ഒരു സ്നേഹം നമുക്ക് എന്ത് ചെയ്യാൻ കാണുന്നുണ്ട്? ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നുണ്ട് അല്ലെ. നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തു. ഇനി ഇവിടെ അതിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വൈ ഡിഡ്ന്റ് ദ പ്രൊഫസേഴ്സ് ഡോക്ടർ അക്സെപ്റ്റ് ദ റെഡ് അല്ലെ. നമ്മുടെ റെഡ് റോസ് ഉണ്ടല്ലോ, അത് ആ ഡോക്ടർ അല്ലെ, നമ്മുടെ മകൾ അത് അക്സെപ്റ്റ് ചെയ്തോ? പ്രൊഫസറുടെ അത്രയും കഷ്ടപ്പെട്ട് നൈറ്റിംഗിൾ അതിന്റെ ജീവൻ ത്യജിച്ചു കൊണ്ട് കൊടുത്ത ആ റെഡ് റോസ് ആ ബോയ് കൊടുത്തപ്പോ അവരെങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് അവർ അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. ഷീ അറ്റാച്ച്ഡ് മോർ വാല്യൂ ടു വെൽത്ത് ആൻഡ് ദ പൊസിഷൻ ദാൻ ടു ലവ്. എന്താണ്? ഷീ അറ്റാച്ച്ഡ് മോർ വാല്യൂ ടു വെൽത്ത്. അവൾ എന്തിനായിരുന്നു മക്കളെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? വെൽത്തിനായിരുന്നു അല്ലെ. എന്താണ്? സമ്പത്ത് അല്ലെ. സമ്പത്തിനായിരുന്നു അവൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പൊസിഷൻ ദാൻ ടു ലവ്. എന്താണ്? സ്നേഹത്തെക്കാൾ കൂടുതൽ അവളൊരു സ്ഥാനം കൊടുത്തിരുന്നത് എന്തിനായിരുന്നു? വെൽത്തിനായിരുന്നു, സമ്പത്തിനായിരുന്നു അല്ലെ. അതുകൊണ്ടാണ് ജ്വല്ലർ വന്ന് കൊടുത്തപ്പോ അവൾക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു? ആഭരണങ്ങൾ. അങ്ങനെയുള്ളത് കിട്ടിയപ്പോ അവൾ എന്ത് ചെയ്തു? ഈ റോസ് വലിച്ചെറിഞ്ഞത് അതുകൊണ്ടാണ് അല്ലെ. അവളല്ല, ആ ബോയ് അത് വലിച്ചെറിയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവളത് റിജക്ട് ചെയ്തുകൊണ്ട് അല്ലെ. അപ്പോ എന്തായിരുന്നു ആൾക്ക് ഇമ്പോർട്ടൻസ്? വെൽത്ത് ആയിരുന്നു അല്ലെ. ലവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? വെൽത്ത് ആയിരുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് റീവിസിറ്റ് അല്ലെ. ആക്ടിവിറ്റി 1. Read the story and answer the following questions. Put a tick mark in the appropriate box. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. തുടക്കത്തിൽ തന്നെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കാല്ല, ആൻസർ നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തും അല്ലെ. ഇനി ഇല്ലെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് മക്കളെ? ടിക്കടാ നമ്മൾ ഉഷാറായോണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്ഷൻ ഉണ്ടോ, പിന്നെ ആൻസർ നമുക്ക് എന്താണ്? സെറ്റ് ആണ് അല്ലെ. നോക്കാം. What is the color of the rose that the student search for? അല്ലെ. ഏത് കളർ റോസാപ്പൂവാണ് ആ സ്റ്റുഡന്റ് സെർച്ച് ചെയ്തത്? എന്തൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. നമ്മൾ ഓപ്ഷൻ നോക്കാതെ നമ്മൾ ആൻസർ പറയുമ്പോൾ ഏതായിരുന്നു മക്കളെ? റെഡ് റോസ് ആണ് അല്ലെ. റെഡ് റോസാപ്പൂവായിരുന്നു ആ ബോയ് അന്വേഷിച്ചിരുന്നത്. Okay, the next question 2. What does the nightingale admire about the student? അല്ലെ. എന്തുകൊണ്ടാണ് നൈറ്റിംഗലിന് ആ ഒരു ആൺകുട്ടിയോട് ഒരു ആദരവും ഒരു ബഹുമാനവും ഉള്ളിലൊരു അതിനോടൊരു പ്രത്യേക അനുകമ്പയും ആദരവും ബഹുമാനമൊക്കെ തോന്നാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ: He values love above everything else. അല്ലെ. നമ്മുടെ നൈറ്റിംഗിൾ എന്താണ്? ഒരു സ്നേഹത്തിന്റെ ആളാണ് അല്ലെ മക്കളെ. അതുകൊണ്ട് തന്നെ ആ ഒരു ബോയ് സ്നേഹത്തിന് വേണ്ടിയിട്ട് കരയുന്നത് കണ്ടപ്പോൾ ആ ഒരു നൈറ്റിംഗിൾ എന്തിന്റെ വാല്യൂ അറിയായിരുന്നു? യെസ്, എന്തായിരുന്നു? ഹി വാല്യൂസ് ലവ് അബോവ് എവരിതിങ് എൽസ്. എന്തുകൊണ്ടാണ്? ആ ബോയ്ക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്തായിരുന്നു? സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന് വേണ്ടിയിട്ടല്ലേ അവൻ കരഞ്ഞിരുന്നത് അല്ലെ. അതുകൊണ്ടാണ്, അത് കണ്ടുകൊണ്ടാണ് നൈറ്റിംഗിൾ ഒരു അഡ്മിയർ തോന്നിയത്. ക്ലിയർ? Then what does the student plan to present the rose to the girl? Where does the student plan to present the rose to the girl? അല്ലെ. ആ പെൺകുട്ടിക്ക് എവിടെ വെച്ചിട്ട് റോസാപ്പൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോയ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? എവിടെ വെച്ചിട്ടായിരുന്നു റോസാപ്പൂ കൊടുക്കേണ്ടിയിരുന്നത് മക്കളെ? എവിടെയല്ല, അറ്റ് ദ പ്രിൻസസ് ബോൾ. ബോൾ അറിയുമ്പോ SBL ബോള്. നമ്മളിതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ബോള് അന്നേ വരെ നമ്മള് ബോളിൽ എന്ത് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ? കളിക്കുന്ന ബോള് മാത്രം അല്ലെ. പിന്നീട് അതിന് പാർട്ടി എന്നൊരു മീനിങ് വരുമ്പോൾ മാത്രമാണ് അത് നമുക്ക് അറിയാം. ഇതൊക്കെയാണ് നമുക്ക് ഈ വിവരവും വിവരമില്ലായ്മയും തമ്മിലുള്ള ഇതാണ്. നമ്മൾ വിദ്യാഭ്യാസം കിട്ടുന്നതുകൊണ്ടും നോർമലി വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ബോൾ എന്ന് പറഞ്ഞ ഒറ്റ ബോളേ ഉണ്ടാവുള്ളൂ അല്ലെ. പിന്നെ കുറെ പഠനമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴാണ് ബോളിന് നമ്മള് പാർട്ടി എന്നൊരു മീനിങ് ഒക്കെ ഉണ്ടെന്ന് അറിയുന്നത് കേട്ടോ. അപ്പോ അറ്റ് ദ പ്രിൻസസ് ബോൾ എന്താണ്? പ്രിൻസസിന്റെ പാർട്ടിയിൽ വെച്ചിട്ട് അല്ലെ. പ്രിൻസസിന്റെ ഒരു ഡാൻസ് പാർട്ടി ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ആ റോസാപ്പൂ കൊടുക്കാൻ ആ ബോയ് ആഗ്രഹിച്ചിരുന്നത്.
Why couldn't the student find a red rose by himself? എന്തുകൊണ്ടാണ് സ്റ്റുഡന്റിന് ഒരു റെഡ് റോസാപ്പൂ സ്വയം കണ്ടെത്താൻ സാധിക്കാഞ്ഞത്? റെഡ് റോസാപ്പൂ സ്വയം കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല, അല്ലെ? എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റുഡന്റിന് റെഡ് റോസാപ്പൂ സ്വയം കണ്ടെത്താൻ സാധിക്കാഞ്ഞത്? നോക്കാം. The red rose tree was withered in the winter. അല്ലെ, എന്താണ് withered പറഞ്ഞാൽ? withered പറഞ്ഞാൽ വാടി പോവുക, അല്ലെ, നശിച്ചു പോവുക, വാടി പോവുക, അങ്ങനെ ആ ഒരു മീനിങ് ഒക്കെയാണ് കേട്ടോ. എങ്ങനെ? വിന്റർ സീസണിൽ, അല്ലെ, തണുപ്പ് കാലം വന്നിട്ട് അതിനെങ്ങനെ മരവിച്ച് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ റെഡ് റോസാപ്പൂ ഒക്കെ വരുന്ന ചെടികൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? റോസാപ്പൂ ഒക്കെ പൂക്കളൊക്കെ എന്താണ് ആ സമയത്ത് ഉണ്ടാവില്ല, കാരണം ഫുൾ ഐസും മരവിപ്പാണല്ലോ. അപ്പൊ റെഡ് റോസാപ്പൂവിന് എന്ത് ചെയ്തിട്ടുണ്ട്? വിന്റർ, അല്ലെ, തണുപ്പ് കാലം വന്നിട്ട് മഞ്ഞുകാലമൊക്കെ മൂടിയിട്ടുണ്ട്. എന്തിനെ? വിതേഡ് ആക്കിയിട്ടുണ്ട്, വാടിപ്പോയിട്ടുണ്ട് റെഡ് റോസാപ്പൂവിന്റെ ചെടി. അതുകൊണ്ടാണ് നമ്മുടെ ബോയ്ക്ക് റോസാപ്പൂ കണ്ടെത്താൻ സാധിക്കാഞ്ഞത്. Then fifth question, which of the following was not done by the nightingale to get the rose? അല്ലെ, which of the following was not done? എന്താണ് നമ്മുടെ നൈറ്റിംഗിൾ ഫോളോ ചെയ്യാഞ്ഞത്? by the nightingale to get rose, അല്ലെ, ആ ഒരു റെഡ് റോസാപ്പൂ കിട്ടുന്നത് വരെ എന്താണ് അത് ഫോളോ ചെയ്തത് എന്നാണ് ചോദ്യം. She yelled at the trees until they get her a red rosapoo. അല്ലെ, അവൾ എന്താ ചെയ്തത്? ഓരോ ചെടിയോട് പോയിട്ടും എന്ത് ചെയ്യാണ്? അപേക്ഷിക്കല്ലേ മക്കളെ, കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, അല്ലെ. ഓരോ ചെടിയോടും പോയിട്ട് റെഡ് റോസാപ്പൂ എവിടെ കിട്ടുന്ന അത് വരെ, അല്ലെ, ആ റോസാപ്പൂ കൊടുക്കാമെന്ന് പറയുന്ന ചെടി ഉണ്ട്, അല്ലെ, അത് വരെ എല്ലാവരോടും പോയിട്ട് നമ്മുടെ നൈറ്റിംഗേൾ എന്ത് ചെയ്തു? നമ്മുടെ റോസാപ്പൂവിന് വേണ്ടിയിട്ട് എല്ലാവരോടും അപേക്ഷിച്ചു. Why did the professor's doctor reject the flower? എന്തുകൊണ്ടാണ് പ്രൊഫസറുടെ ഡോക്ടർ ഈ ഒരു റോസാപ്പൂ കൊണ്ടു ചെന്നപ്പോൾ അത് റിജക്റ്റ് ചെയ്തത്? ആൻസർ, money and jewels were more important for her than love. അല്ലെ, അവൾക്ക് പൈസയും ജ്വല്ലറികളുമാണ് എന്ത്? സ്നേഹത്തെക്കാൾ കൂടുതൽ അവൾക്ക് ഇമ്പോർട്ടൻസ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. Then activity 2. ഓക്കെ, ആക്ടിവിറ്റി 1 വളരെ സിമ്പിൾ ആയിരുന്നു, അല്ലെ. നമുക്ക് നോക്കാം ആക്ടിവിറ്റി 2 നോക്കാം. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മക്കളെ. You have read the story Nightingale and the Rose. Have it you now read the story once again and complete the story house. അല്ലെ, ഒരു വട്ടം കൂടിയൊക്കെ നിങ്ങളോട് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ഒരു വട്ടം കൂടെ വായിക്കേണ്ട ആവശ്യമില്ല, അല്ലെ, നമ്മൾ പഠിച്ചപ്പോ തന്നെ സെറ്റാക്കി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ബാക്കി ആ ഒരു കഥയെ ഒന്നിങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോറി ഹൗസിന്റെ രൂപത്തിലോട്ടാക്കണം. ആദ്യം നിങ്ങൾക്ക് അതിന്റെ സെറ്റിങ്സ് എഴുതണം. സെറ്റിങ്സിൽ ഇവിടെ ഗാർഡൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ബാക്കി സെറ്റിങ്സ് നിങ്ങൾ ചെയ്യണം. ക്യാരക്ടേഴ്സിൽ നൈറ്റിംഗേളിനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി ആളുകളെ നിങ്ങൾക്ക് എഴുതാം. ദെൻ അതിന്റെ ഇവന്റ്സ് ഉണ്ട്, അതിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ആ സ്റ്റോറിയിൽ നടക്കുന്നത് എന്നുള്ളത്. ദെൻ ഫൈനൽ ഇവന്റ്സും അതുപോലെ തന്നെ ക്ലൈമാക്സും എഴുതണം. സത്യം പറയുകയാണെങ്കിൽ ആ സ്റ്റോറി കംപ്ലീറ്റ് വായിച്ചിട്ട് അതിലെ സെറ്റിങ്സും ക്യാരക്ടേഴ്സും ക്ലൈമാക്സും ഇവന്റ്സും ഫൈനൽ ഇവന്റ്സും കൂടെ നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, സെറ്റിങ്സ്: ഗാർഡൻ, സ്റ്റുഡൻസ് ഹൗസ് ആൻഡ് വിൻഡോ, ഗാലറി, റോസസ് ഹൗസ്. ഇത്രയുമാണ് അതിന്റെ സെറ്റിങ്സ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഗാർഡൻ ഒരു സെറ്റിങ്സ് ആണ്. ആ ബോയ് ഗാർഡനിൽ നിന്നിട്ടാണല്ലോ കരയുന്നത്, മെയിൻ സെറ്റിങ്സ് ആണ് കേട്ടോ. പിന്നെ സ്റ്റുഡൻസിന്റെ ഹൗസും വിൻഡോയും, അല്ലെ, റോസാപ്പൂ വിടരുന്ന സ്റ്റുഡൻസിന്റെ ഹൗസും വിൻഡോയും ഉള്ള ആ ഒരു ഏരിയ. ദെൻ ഗാലറി, അല്ലെ, പാർട്ടിയൊക്കെ നടക്കുന്ന ഗാലറി. ദെൻ റോസസ് ഹൗസ്, അല്ലെ, റോസസ് ഹൗസ്, അല്ലെ, ആ റോസാപ്പൂവിന്റെ ആ ഒരു പ്ലേസും. ദെൻ ക്യാരക്ടേഴ്സ്: നൈറ്റിംഗേൾ, ഗാർഡൻ ലിസാർഡ്, അല്ലെ, ഒരു പല്ലിയൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. ദെൻ സ്റ്റുഡന്റ്, ദെൻ പ്രൊഫസേഴ്സ് ഡോക്ടർ, അല്ലെ, അതുപോലെ തന്നെ ട്രീയും മറ്റു കാര്യങ്ങളും, റോസ് ചെടി, ഇതൊക്കെ ഇതിലൊരു ക്യാരക്ടർ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. Then climax: the nightingale pressed her breast against the thorn and started singing. അല്ലെ, നമ്മുടെ നൈറ്റിംഗേൾ എന്ത് ചെയ്തു? അതിന്റെ ബ്രസ്റ്റ് പോയിട്ടില്ലേ, അതിന്റെ നെഞ്ചു കൊണ്ടുപോയിട്ട് ആ മുള്ളും റോസാപ്പൂവിന്റെ മുള്ളും അങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് പാട്ടുപാടി. A red rose appeared and the nightingale died. എന്ത് സംഭവിച്ചു? നല്ല റെഡ് ആയിട്ടുള്ള റോസാപ്പൂ പ്രത്യക്ഷപ്പെടുകയും നൈറ്റിംഗേൾ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു.
ഇവന്റ്സ് ആണ് കേട്ടോ. ആ സ്റ്റോറിയുള്ള ഇവന്റ്സ് ആണ്. എ യങ് സ്റ്റുഡന്റ് ലവ്സ് എ ഗേൾ. അവിടെ നിന്നാണല്ലേ പ്രശ്നം തുടങ്ങുന്നത്. നമ്മുടെ ആൺകുട്ടി, ഒരു യങ് ആയിട്ടുള്ള ഒരു ബോയ് എന്ത് ചെയ്തു? ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. She asked the students to bring her a red rose. അല്ലെ, അവൾ എന്താണ് ആവശ്യപ്പെട്ടത്? ഒരു റെഡ് റോസാപ്പ് കൊണ്ടുവരാൻ ആ സ്റ്റുഡന്റിനോട് ആവശ്യപ്പെട്ടു. As he could not get the rose, he became rejected. അഥവാ അവൻ റോസാപ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും? അവന് റിജക്റ്റ് ചെയ്യും, അല്ലെ, അവന് നിരസിക്കും. The nightingale feels pity and requests every rose tree to give a rose. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് നൈറ്റിംഗൽ അവനോട് പിറ്റി തോന്നുകയാണ്, ദയ തോന്നുകയാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ്? ഓരോ റോസാ ചെടിയോടും പോയിട്ട് റോസാ പൂവിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. Then at last a rose tree asked the nightingale to give her life blood. അല്ലെ, അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ at last എന്ത് സംഭവിച്ചു? ഒരു റോസ് ട്രീ, അല്ലെ, ഒരു റോസ് ട്രീ അവളോട് എന്ത് ആവശ്യപ്പെട്ടു? അവളുടെ സ്വന്തം ലൈഫ് ബ്ലഡ് ആവശ്യപ്പെട്ടു, അല്ലെ, അവളുടെ ചോര കൊണ്ടുള്ള ഒരു റോസാപ്പൂവാണ് അല്ലേ അവിടെ ആവശ്യപ്പെട്ടത്. ക്ലിയർ? ഇത്രയും ഇവന്റ്സ് ആണ് അതിൽ വരുന്നത്. ദെൻ നമ്മൾ അപ്പുറത്ത് പറഞ്ഞിട്ടുള്ള ക്ലൈമാക്സിൽ പറഞ്ഞിട്ടുള്ള ആ ഇവന്റ്സും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാട്ടോ. ഇതാ ഈ ക്ലൈമാക്സിൽ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കാര്യം കൂടെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ദെൻ ഫൈനൽ ഇവന്റ്സ്, ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഇവന്റ്സ്. ദ നൈറ്റിംഗിൾ സാക്രിഫൈസ് ഇറ്റ്സ് ലൈഫ് ഫോർ ദ സ്റ്റുഡൻസ്. അല്ലെ, നൈറ്റിംഗിൾ എന്ത് ചെയ്തു? അതിന്റെ ലൈഫ് സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തു, അല്ലെ മക്കളെ, ത്യാഗം ചെയ്യാണ് കേട്ടോ. ദെൻ ദ ലവർ റിജക്ട് ഹിസ് റോസ് ആൻഡ് ഹിസ് ലവ്. ഇവിടെ എന്ത് സംഭവിച്ചു? ലവർ അതിന്റെ റോസാപ്പൂവും അതേപോലെ തന്നെ അവന്റെ സ്നേഹവും എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു ലാസ്റ്റ് വെച്ചിട്ട്, അല്ലെ, നിഷേധിച്ചു അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തു ലാസ്റ്റ് വെച്ചിട്ട്. ലവർ അവന്റെ സ്നേഹവും നമ്മുടെ ഈ റോസും റിജക്റ്റ് ചെയ്തു. ഇത്രയുമാണ് ഫൈനൽ ഇവന്റ്സ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലെറ്റ്സ് എൻറിച്ച് അവർ വൊക്കാബുലറി. അല്ലെ, നമുക്ക് ഇനി കുറച്ച് വൊക്കാബുലറി ഒക്കെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ വേർഡുകൾ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, അല്ലെ. അങ്ങനെ നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഒക്കെ നോക്കാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ സെന്റൻസ് quoted below. അല്ലെ, ഇവിടെ താഴത്ത് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്, നോക്കാം. The musicians will sit in their galleries, the young students, and play upon their stringed instrument, and my love will dance to the sound of the harp and the violin. നിങ്ങള് ഇത് അതിനുള്ള ഒരു സെന്റൻസ് അല്ലെ. അവിടെ എല്ലാവരും ഗാലറിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടും. എന്റെ ലവർ, അല്ലെ, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയും അവിടെ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യും? ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, അല്ലെ, സ്ട്രിങ്ങഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഈ ചരട് പോലത്തെ, ചരട് മീൻസ് കമ്പിയുടെ ഒക്കെ ചരടും കേട്ടോ, ഇങ്ങനെയുള്ള ചരട് പോലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പാടും. അവൾ ആ സൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യും? ഡാൻസ് കളിക്കും. ഇത് അതിലുള്ള ഒരു സെന്റൻസ് ആണ്. Here is a list of some musical instruments. അല്ലെ, സ്ട്രിങ്ങഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മക്കളെ ഇവിടെ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്, നോക്കാം. ക്ലാസിഫൈ ദം ആസ് സ്ട്രിങ്ങഡ്, വിൻഡ് ആൻഡ് ദ പെർക്യൂഷൻസ് ഇൻസ്ട്രുമെന്റ്സ്. എന്താണ് മക്കളെ ഇത് പറഞ്ഞാല്? സ്ട്രിങ്ങഡ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പിയും ചരടൊക്കെ പോലത്തെ, നമ്മളെ വയലിൻ, ഗിത്താർ, അതിലൊക്കെ ഒരു കമ്പി പോലത്തെ സംഭവം ഉണ്ടാവും. അതിന് ഇങ്ങനെ തട്ടുമ്പോഴാണ് ആ ശബ്ദം വരിക, അല്ലെ. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് നമ്മൾ ഊതുമ്പോൾ ശബ്ദം വരുന്നത് കേട്ടോ. ദെൻ ദ പെർക്യൂഷൻസ് മീൻസ് നമ്മൾ കൊട്ടുമ്പോഴോ അല്ലെങ്കിൽ കിലിക്കുമ്പോഴോ ശബ്ദം വരുന്നത്, അല്ലെ. നമ്മുടെ കൈ കൊണ്ട് നമ്മളിങ്ങനെ അടിക്കുമ്പോഴോ കിലിക്കുമ്പോഴോ ഒക്കെ വരുന്ന ശബ്ദം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. അക്കോർഡിയൻ, ബാഗ്പൈപ്പ്, പാരൽ, ബാസ് ഡ്രം, ചെണ്ട, ക്ലാരിനെറ്റ്, ഡോലക്, ഫ്ലൂട്ട്, ഗിത്താർ, ഹാർമോണിയം, മദ്ദളം, മോഹനവീണ, മൃദംഗം, സാങ്വാങ്, സാരംഗി, സാക്സോഫോൺ, സിത്താർ, തബല, വീണ, സെർണ. അല്ലെ, ഇതൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓരോന്നും നമ്മളിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അത് എത്രത്തോളം ഇത് ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് അതിന്റെ ആ ഒരു ലെവലിലോട്ടൊന്നും നമ്മൾ പോവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് അത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് സൈറ്റിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ അതിന്റെ പിക്ചർ വരും. ഓക്കെ, അപ്പൊ ഇത്രയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതിൽ ഊതിയാൽ ശബ്ദം വരുന്നതും ഇങ്ങനെ അടിച്ചാൽ ശബ്ദം വരുന്നതും അതേപോലെ തന്നെ സ്ട്രിങ്ങഡ്, അല്ലെ, ഇങ്ങനെ കമ്പി ചരട് പോലെ തമ്മിലൊക്കെ തട്ടുമ്പോൾ ശബ്ദം വരുന്നതും ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം കേട്ടോ. നോക്കാം, ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ്ങഡ് ആൻഡ് വിൻഡ്, പെർക്യൂഷൻസ്. നോക്കാം. ഗിത്താർ, മോഹനവീണ, സാരംഗി, സിത്താർ,
വീണ അല്ലെ. ഇത്രയും കമ്പി കൊണ്ടുള്ളതാണ്. അതിമിങ്ങനെ തട്ടുമ്പോഴാണ് ശബ്ദം വരിക കേട്ടോ. അതുപോലെ തന്നെ വയലിനും അതിൽ പെടും കേട്ടോ. ദെൻ വിൻഡ്, അക്കോർഡിയൻ, ബാക്ക് പൈപ്പ്, പാരറ്റ്, ക്ലാറിനെറ്റ്, ഫ്ലൂട്ട്, ഇതൊക്കെ ഒരു ടൈപ്പ്, ഈ ഒരു ഊതുന്ന ടൈപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ അധികം ഉണ്ടായില്ല, എന്നാലും ഇങ്ങനെ ഊതുന്ന ടൈപ്പുകളാണ് കേട്ടോ ഈ പറഞ്ഞതൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഫ്ലൂട്ട് മാത്രമേ അറിയുന്നുണ്ടാവും അല്ലെ, ഓടക്കുഴൽ. ദെൻ ഹാർമോണിയം, സാക്സോഫോൺ, ദെൻ സാങ് വാങ്, സുമോ അല്ലെ, ഇതൊക്കെ ആ ഒരു ടൈപ്പിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ദെൻ പെർക്യൂഷൻസ് അല്ലെ, ഇനി അടിച്ച് അല്ലോ കിലുക്കി കഴിഞ്ഞാലോ ഒക്കെ ശബ്ദം വരുന്നതാണ്. ബാസ്, ഡ്രം, ചെണ്ട, ഡോലക്, മദ്ദളം, മൃദംഗം, തബല അല്ലെ, ഇതൊക്കെ നമുക്ക് പിന്നെ കുറച്ചൊക്കെ അറിയാവുന്നതാണ് അല്ലെ. ഓൾറെഡി നമുക്ക് അറിയാവുന്ന മൃദംഗവും തബലയും മദ്ദളം ഒക്കെയാണ് അല്ലെ. അപ്പൊ ഇത്രയുമാണ് കേട്ടോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വരുന്നത്. ദെൻ ആക്ടിവിറ്റി 2. Read the following sentence from the story. On the topmost spray of the rose tree there blossomed a marvelous rose. What a wonderful piece of luck, he cried. Here is a red rose. The word underlined as synonyms. ഇത് നമ്മുടെ അതിലുള്ള ഒരു വേർഡ്സ് ആണ് അല്ലെ. റോസാപ്പൂ പൊട്ടി വളരുന്ന അതിനെ കുറിച്ച്, മനോഹരതയെ കുറിച്ച് പറയുന്ന വേർഡ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് 2 വേർഡ്സ് കാണാം, ഒരു മാർവലസും അതേപോലെ ഒരു വണ്ടർഫുൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പലപ്പോഴും മാർവലസ് അല്ലെ, വാട്ട് എ മാർവലസ് പെർഫോമൻസ് എന്ന് പറയും അല്ലെ, എന്തൊരു അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റൊന്ന് പറയാറുള്ളത്, വണ്ടർഫുൾ പെർഫോമൻസ് ആണെന്ന് അല്ലെ. പക്ഷെ ഇത് രണ്ടും നമ്മൾ ഒരേ സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, ഇതിന് രണ്ടിനും ഒരേ ടൈപ്പ് ഓഫ് മീനിങ് ആണ് വരുന്നത്. ഒരു അതിഗംഭീരം എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ഇതിന് രണ്ടിനും വരുന്നത്. നോക്കാം, ഇവിടെ ഇങ്ങനെ 2 വേർഡ് ആയിരിക്കും, പക്ഷെ സെയിം മീനിങ്ങും ഈ പറഞ്ഞ പോലെ ഒരേ ലാംഗ്വേജിൽ അല്ലെ, ഒരേ ലാംഗ്വേജ് ആണ് അല്ലെ, ഒരേ. ഇപ്പൊ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേപോലെ വരുന്നത് അത് അങ്ങനെയല്ല. ഇത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെയിം ലാംഗ്വേജിൽ തന്നെ 2 വേർഡുകളാണെങ്കിൽ പോലും ഒരു സെയിം മീനിങ് വരുന്ന വാക്കുകളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സിനോണിംസ് ആർ വേർഡ് or expression which have the same or nearly the same meaning as another in the same language. Example, big and large. അല്ലെ മക്കളെ, ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ, വലുത്. ലാർജ് എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്, വലുത് അല്ലെ. അപ്പൊ വേർഡുകൾ മാറ്റമുണ്ടെങ്കിലും മീനിങ് എന്താണ്, ഒന്ന് തന്നെയാണ് അല്ലെ. ഇങ്ങനെ വരുന്നതിനാണ് സിനോണിംസ് അല്ലെ. സമാന പദങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. നോക്കാം. Find the words and pair them as synonyms from the list below. ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലെ. അത് നമ്മൾ സിനോണിംസ് ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡോൺ മീൻസ് നിങ്ങൾക്ക് അറിയില്ല മക്കളെ, പ്രഭാതം പൊട്ടി വരുന്നതിനൊക്കെ നമ്മൾ എന്ത് പറയും, ഡോൺ എന്ന് പറയും അല്ലെ, പ്രഭാതം. ദെൻ റൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഒരു റഫ് ആയിട്ടുള്ള പരുക്കൻ ആയിട്ടുള്ള ക്യാരക്ടറിനാണ് നമ്മൾ റൂഡ് എന്ന് പറയാം അല്ലെ. ദെൻ ടെൻസ് പറഞ്ഞാൽ എന്താ, ഒരു ടെൻഷൻ അല്ലെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ രാവലാതിയും ടെൻഷനും ഒക്കെ അല്ലെ. വെൽത്തി പറഞ്ഞാൽ എന്താ, കുറച്ച് സാമ്പത്തികമായിട്ടുള്ള, സമ്പന്നനായിട്ടുള്ള. സ്ലൈറ്റ് മീൻസ് എന്താ, നേരിയ, മങ്ങിയ അല്ലെ, കുറച്ച് ക്ഷീണിച്ച എന്നൊരർത്ഥത്തിൽ. ഡേ ബ്രേക്ക് പറഞ്ഞാലും ഈ ഒരു പ്രഭാതം പൊട്ടിപ്പുറപ്പെടുന്നതിനാണ് ഡേ ബ്രേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ബ്രൂഡന്റ് മീൻസ് എന്താണ്, കുറച്ച് കൗശലക്കാരനായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള എന്നൊരർത്ഥത്തിൽ. വിസ്പർ മീൻസ് മന്ത്രിക്കുക. ഹെൽത്തി മീൻസ് വളരെ ആരോഗ്യവാനായിട്ടുള്ള എന്നൊരർത്ഥത്തിലാണ് കേട്ടോ ഹെൽത്തി എന്ന് പറയുന്നത്. റിച്ച് എന്താണ്, സമ്പന്നനായിട്ടുള്ള. നെർവസ് മീൻസ് എന്താണ്, ഒരു ടെൻഷനും ആവലാതിയും ഒക്കെ. ഇംപൊളൈറ്റ് പറഞ്ഞാൽ ബഹുമാനമില്ലാതെ. മർമർ മീൻസ് മന്ത്രിക്കുക കേട്ടോ. ഫിറ്റ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫിറ്റ് ആണ് അറിയില്ലേ, ബോഡിയൊക്കെ സെറ്റ് ആണ്, ഫിറ്റ് ആണെന്ന് പറയില്ലേ. ഓക്കെ. ദെൻ വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി ബ്രില്യന്റ് എന്നൊരർത്ഥം അല്ലെ. ഫൈൻഡ് മീൻസ് എന്താണ്, മങ്ങിയ, ബാലിശമായ, നേരിയ എന്നൊക്കെ ഒരർത്ഥം. ഇനി നമുക്ക് നോക്കാം. ഡോണിന് ഡേ ബ്രേക്ക് അല്ലെ, രണ്ടും പ്രഭാതം പൊട്ടിപ്പുറന്ന ഒരു മീനിങ് അല്ലെ. ടെൻസ്, നെർവസ്, രണ്ടും എന്താണ്, ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് അല്ലെ. ദെൻ റൂഡ് ആൻഡ് ഇംപൊളൈറ്റ്, വളരെ പരുക്കമായത് അല്ലെ, വളരെ ബഹുമാനമില്ലാത്ത പരുക്കനായിട്ടുള്ള, റൂഡ് ആൻഡ് ഇംപൊളൈറ്റ്. ദെൻ വെൽത്തി ആൻഡ് റിച്ച് അല്ലെ, സമ്പന്നൻ അതുപോലെ റിച്ച് അല്ലെ. ദെൻ പ്രൂഡന്റ് മീൻസ് എന്താണ് മക്കളെ, വളരെ
ബുദ്ധിമാനായിട്ടുള്ള, വൈസ് എന്നൊരർത്ഥം അല്ലെ. ദെൻ വിസ്പർ, മർമർ അല്ലെ, മന്ത്രിക്കുക എന്നൊരർത്ഥത്തിലാണ് ഈ രണ്ട് വേർഡും യൂസ് ചെയ്യുക. ദെൻ സ്ലൈറ്റ് ആൻഡ് ഫൈൻഡ്, സ്ലൈറ്റ് ആൻഡ് ഫൈൻഡ് മീൻസ് എന്താ, നേരിയ, മങ്ങിയ എന്നൊരർത്ഥത്തിൽ കേട്ടോ. അതുപോലെ ഇവിടെ ഫിറ്റ് ആൻഡ് ഹെൽത്തി കേട്ടോ, ഫിറ്റ് ആൻഡ് ഹെൽത്തി അതും കൂടെ ഉണ്ട് കേട്ടോ. Then activity 3. The student, the nightingale and the professor's doctor are the characters in the story. What are the traits does each character have in the story? Traits means എന്താ, സ്വഭാവ ഗുണങ്ങൾ എന്നാണ് കേട്ടോ. ഇവിടെ 3 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒരു സ്റ്റുഡന്റും നൈറ്റിംഗിളും പ്രൊഫസറുടെ മകളുമാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെ. ഇവരുടെ ക്യാരക്ടറിന് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് പ്രത്യേകതകൾ ഇതിൽ കാണിക്കുന്നുണ്ട് അല്ലെ. അവരുടെ സ്വഭാവത്തിൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയും, പിന്നെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതുണ്ട്. നോക്കാം, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫില്ലിംഗ് ദ ഫോളോയിങ് ചാർട്ട് വിത്ത് വേർഡ്സ് വിത്ത് ദ ബോക്സ് ഗിവൻ ബിലോ ദാറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ദ ടൈപ്സ് ഓഫ് ഈച്ച് ക്യാരക്ടർ. ഇവിടെ കുറച്ച് നിങ്ങൾക്ക് കുറച്ച് ക്യാരക്ടേഴ്സിന്റെ കുറച്ച് ഇത് തരുന്നുണ്ട്, ട്രൈറ്റ്സോൾ കേട്ടോ, ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ക്യാരക്ടേഴ്സിനും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം മക്കളെ. നോക്കാം, ഇന്നസെന്റ് അല്ലെ, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ക്യാരക്ടർ. മണി, മണി മീൻസ് എന്താണ്, പൈസക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. ലവ്, ദെൻ വിസ്ഡം, അല്ലെ, വൈസ് എന്നർത്ഥം. നാച്ചുറൽ അല്ലെ. ദെൻ ഹീറോയിസം ക്യാരക്ടർ. ഗ്രീഡ്, ആർത്തിയുള്ള, ഗ്രീഡിങ് ക്യാരക്ടർ, ആർത്തി പിടിച്ച. നോളജ്, കുറച്ച് നോളജും വിദ്യാഭ്യാസമൊക്കെ ഉള്ള. ഡെത്ത് അല്ലെ, മരണം. കമ്പാഷൻ അല്ലെ, ദയ. സാക്രിഫൈസ് അല്ലെ, നമ്മുടെ ത്യാഗം ചെയ്യാം. പ്രൈഡ്, പ്രൈഡ് മീൻസ് എന്താണ് മക്കളെ, പ്രൈഡ്, അഹങ്കാരം പിടിച്ച. ബ്യൂട്ടി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. പ്യൂരിറ്റി, ഹൃദയം അല്ലെ, വളരെ പ്യൂരിറ്റി ആയിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഹൃദയം. ലവ്, സ്നേഹം. ട്രൂത്ത്, സത്യസന്ധത. ബ്രേവറി, ധീരത. ഫ്രിവോറിയസ് മീൻസ് ബാലിശം സ്വഭാവമുള്ള അല്ലെ, ഒരു കുട്ടിത്വ സ്വഭാവം അല്ലെങ്കിൽ ബാലിശമായിട്ടുള്ള മച്ചോടല്ലാത്ത സ്വഭാവം, അതിനാണ് ഫ്രിവോളിയസ് എന്ന് പറയുന്നത്. സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെ, വളരെ സീരിയസ് ആയിട്ടുള്ള. സിൻസിയർ, ആത്മാർത്ഥതയുള്ള. ഇൻസിൻസിയർ, ആത്മാർത്ഥത ഇല്ലാത്ത അല്ലെ. ഷാലോ മീൻസ് എന്താ, ഒരു പൊള്ളയായിട്ടുള്ള സ്വഭാവം. പ്രൊഫൗണ്ട് അല്ലെ, തീവ്രത കൂടിയത് അല്ലെ, ഭയങ്കര ആയത്തിലുള്ള എന്നൊരർത്ഥത്തിൽ. സെൻസിറ്റീവ്, വളരെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു ക്യാരക്ടർ. ഇൻസെൻസിറ്റീവ്, പെട്ടെന്ന് ഇമോഷണൽ ഒന്നും ആവാത്ത ഒരു ക്യാരക്ടർ. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി. റിയലിസ്റ്റിക് അല്ലെ, ഒരു റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാള്. സൂപ്പർഫിഷ്യസ് ആയിട്ട് ചിന്തിക്കുക. സെൽഫ്ലെസ് ആയിട്ട്. സ്നോബിഷ് അല്ലെ, സ്നോബിഷ് പറഞ്ഞാൽ എന്താ, പൊങ്ങച്ചം കേട്ടോ. ഇന്റലക്ച്വൽ. ദെൻ സെന്റിമെന്റ്, ഇന്റലക്ച്വൽ ആൻഡ് പെട്ടെന്ന് സെന്റിമെന്റ് ആവുന്ന ക്യാരക്ടറും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ക്യാരക്ടേഴ്സിന്റെ ട്രൈറ്റ്സ് വരുന്നത്. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം മക്കളെ, ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ ക്യാരക്ടർ നോക്കാം. ഇന്നസെൻസ്, ലവ്, ട്രൂത്ത്, സിൻസിയർ, സെൻസിറ്റീവ്, റിയലിസ്റ്റിക്, റൊമാൻറ്റിക് അല്ലെ. ഇത്രയൊക്കെയാണ് സ്റ്റുഡന്റ് അല്ലെ. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ നിഷ്കളങ്കനായിട്ട്, ഒരു ട്രൂത്ത്, ലവ് ഉള്ള, സത്യസന്ധനമായിട്ടുള്ള, ആത്മാർത്ഥത, സിൻസിയർ ആയിട്ടുള്ള, എന്നാലോ വളരെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന, സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറില്, റിയലിസ്റ്റിക് ആയിട്ട്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രൊഫസേഴ്സ് ഡോക്ടർ. പ്രൊഫസറുടെ ഡോക്ടർ. മണി അല്ലെ, ആള് വേറെ ഒന്നല്ല, പൈസയാണ് നോക്കുന്നത്. ഗ്രീഡ് ആണ് അല്ലെ, ആർത്തിയുള്ള സ്വഭാവമാണ് അല്ലെ. ഗ്രീഡ് മീൻസ് ആർത്തിയുള്ളത്. പ്രൈഡോ, പ്രൈഡ് മീൻസ് ഒരു അഹങ്കാരി ആയിട്ടുള്ള വ്യക്തി കേട്ടോ. ഇൻസിൻസിയർ ആണ് അല്ലെ, ഒട്ടും ആത്മാർത്ഥതയില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. ഇത്രയുമാണ് ഡോക്ടറുടെ മകളുടെ ക്യാരക്ടേഴ്സ്. ദെൻ നൈറ്റിംഗിൾസിന്റെ ക്യാരക്ടർ ഏതൊക്കെയാ നോക്കാം. ഇന്നസെന്റ് ആണ് അല്ലെ, വളരെ നിഷ്കളങ്കമായിട്ടുള്ള, ഇന്നസെന്റൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നാച്ചുറാണ്. അതേപോലെ ഹീറോയിസം ഉണ്ട് അല്ലെ ആളില്. കമ്പാഷൻ ആണ്. സാക്രിഫൈസ് ആണ്. ബ്രേവറി ഉണ്ട്. പ്യൂരിറ്റി ഉള്ള ഹൃദയമുണ്ട്. ദെൻ സിൻസിയർ, ആത്മാർത്ഥതയുണ്ട്. സെൽഫ്ലെസ് ആണ് അല്ലെ, ഒരു സ്വാർത്ഥത സ്വഭാവം ഇല്ലാത്ത ആളാണ്. റിയലിസ്റ്റിക് ആണ് അല്ലെ. അപ്പൊ ഇത്രയും ക്യാരക്ടർ നമുക്ക് എന്ത് കൊടുക്കാം, നൈറ്റിംഗിളിനും കൊടുക്കാം. അപ്പോ ഇതാണ് ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ട്രൈറ്റ്സ് വരുന്നത് കേട്ടോ.
Then let's write. അല്ലെ മക്കളെ, ഇനി നമുക്കൊന്ന് എഴുതാം അല്ലെ. Activity 1. Evaluate the students in terms of his studies, his understanding of the world, his feelings for love, etc. Based on the reading of the story, pick out the lines from the story to support your ideas. ഒന്നുമില്ല മക്കളെ, നമ്മുടെ ഈ ബോയ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ആ ബോയ് എന്ത് ചെയ്യാം, നമ്മളൊന്ന് ഈ ഒരു ബുക്ക് നോക്കിയിട്ട് നമുക്ക് ആ ബോയിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്, അവൻ ലോകത്തെ എങ്ങനെ കണ്ടു, അവന്റെ ഫീലിങ്സ്, ലവ് അല്ലെ, അവന്റെ ഇമോഷൻസ്, അവന്റെ ക്യാരക്ടർ, ഇതൊക്കെ മൊത്തത്തിലൊന്ന് നമ്മളൊന്ന് നോക്കി വിലയിരുത്തിയിട്ട് അതൊന്ന് എഴുതണം. ഓക്കെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോറിയിലെ പല കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നോക്കാം. The students in the story is very romantic, sensitive and passionate. അല്ലെ, ഒരു സംശയമില്ല, നമ്മുടെ സ്റ്റോറിയിലെ സ്റ്റുഡന്റ് എങ്ങനെയാണ്, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെ, വളരെ സ്നേഹം നിറഞ്ഞ, എന്നിരുന്നാലോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, പെട്ടെന്നൊക്കെ കരയുന്ന, വളരെ നിഷ്കളങ്കമായിട്ടുള്ള, വളരെ ആത്മാർത്ഥതയുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്. When he fails to get a red rose for his beloved, he feels depressed. അല്ലെ, അവന് റെഡ് റോസ് അപ്പൂ അവന്റെ ലവറിന് കിട്ടാതെ ആയിരുന്നപ്പോൾ അവൻ എന്തായി, അവൻ ഡിപ്രസ് ആയി, അവൻ ആകെ നിരാശനായി. He is sincere in his love. അവൻ എന്തായിരുന്നു മക്കളെ, അവന്റെ സ്നേഹത്തിൽ അവൻ എന്തായിരുന്നു, ഒരു 100% ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നു. His studies did not make him realistic. അവൻ പഠിച്ചതും അവൻ പഠിച്ചു കഴിഞ്ഞതും അവൻ വായിച്ചതും അവൻ അറിയാവുന്ന അറിവുകളൊന്നും തന്നെ അവൻ എന്താക്കി മാറ്റിയില്ല, അവന്റെ സ്നേഹം കൊണ്ട് അവനെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിപ്പിച്ചില്ല. He does not understand the true nature of the girl. അവൻ ഒരിക്കലും തന്നെ ആ പെൺകുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സാധിച്ചില്ല. He thinks she will have no heed of me and my heart will break. He is sincere in his love. അല്ലെ, അവൾ എന്ത് ചെയ്തില്ല, അവൾ എന്നെ കുറിച്ച് ചിന്തിച്ചില്ല. and my heart will break. എന്താണ്, അവന്റെ ഹൃദയം എന്ത് ചെയ്യാണ് മക്കളെ, തകരുകയാണ്. He is sincere in his love. അവന്റെ സ്നേഹത്തിൽ അവൻ എന്താണ്, വളരെ സിൻസിയർ ആണ്. ഓക്കെ. so he weeps thinking of his plight. The nightingale sacrifice it life for the love. അല്ലെ, he weeps thinking of his plight. അല്ലെ, അവന്റെ ആ ഒരു വിധിയെ കാർത്തിട്ട് അവൻ ഒരുപാട് എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ് അല്ലെ. the nightingale sacrifice it life for the love. അല്ലെ, അങ്ങനെ അവന്റെ ചിന്തയെ കരച്ചിലൊക്കെ കണ്ടിട്ട് അവസാനം നമ്മുടെ നൈറ്റിംഗിൾ എന്ത് ചെയ്യാണ് മക്കളെ, അവളുടെ നൈറ്റിംഗിളുടെ ലൈഫ് എന്ത് ചെയ്യാണ്, അവന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുകയാണ്. When he gets the red rose, he rushes to his beloved, but she tells him, I'm afraid it will not go with my dress. അല്ലെ, അവന് റെഡ് റോസ് ആപ്പൂ കിട്ടിയപ്പോൾ അവന്റെ ലവഡിന്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അവൾക്കത് കൊടുത്തപ്പോൾ അവൾ എന്ത് പറഞ്ഞു മക്കളെ, I'm afraid it will not go with my dress. ഇതെന്റെ ഡ്രസ്സിന് മാച്ച് ആവില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അല്ലെ, she says that the Chamberlain's nephew have sent her previous jewelers. അല്ലെ, വളരെ പുതിയ മോഡലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല റേറ്റ് ഒക്കെ ഉള്ള നല്ല ജ്വല്ലറി അവൻ നമ്മുടെ ചേംബർലൈൻ്റെ നെഫ്യൂ അല്ലെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. The students finally realize that his lady love is ungrateful. അങ്ങനെ അവസാനം നമ്മുടെ ബോയ്ക്ക് എന്ത് മനസ്സിലാവാണ്, അവളുടെ സ്നേഹം അൺഗ്രേറ്റ്ഫുൾ ആണ് അല്ലെ, ഇങ്ങനെ നന്ദിയില്ലാത്ത ഒരു സ്നേഹമാണ് അല്ലെ, ആത്മാർത്ഥതയില്ലാത്ത ഒരു സ്നേഹമാണെന്ന്. He throws the flower into the street. അവൻ ആ ഫ്ലവർ എന്ത് ചെയ്തു മക്കളെ, ലാസ്റ്റ് സ്ട്രീറ്റിലോട്ട് വലിച്ചെറിഞ്ഞു. He walks away saying what a silly thing love is. അല്ലെ, സ്നേഹം എന്ന് പറയുന്നത് എത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, എന്തൊരു സിമ്പിളാണ് ഈ സ്നേഹം, അല്ലെങ്കിൽ ഇത്ര സിംപ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് എന്നാണ് ലാസ്റ്റ് അവൻ ആ റോസാപ്പൂ സ്ട്രീറ്റിലോട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ ആ ഒരു ബോയിയുടെ ക്യാരക്ടറാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ദ സ്റ്റോറി മേക്സ് us think about the contrast between the mind of a man and that of the bird. അല്ലെ, ഈ സ്റ്റോറിയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മൈൻഡ് അല്ലെ, ഒരു മനുഷ്യന്റെ സാധാരണക്കാരനായിട്ടുള്ള വളരെ സിൻസിയർ ആയിട്ടുള്ള അവന്റെ സ്നേഹത്തിൽ ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു മനുഷ്യന്റെ മൈൻഡും, അതേപോലെ തന്നെ അത് കണ്ടിട്ടുള്ള ഒരു ബേർഡിന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകൃതി
വൈരുദ്ധിയാണ് കേട്ടോ. ആ ഒരു ബേർഡിന്റെ മൈൻഡും തമ്മിലുള്ള കോൺട്രാസ്റ്റ് അല്ലെ, ഒരു വൈരുദ്ധ്യം നമുക്ക് എന്ത് ചെയ്യാന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിലൂടെ. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ദ സ്റ്റുഡന്റ് ഈസ് റൊമാൻറ്റിക് ആൻഡ് പാഷനേറ്റ് അല്ലെ. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട് മക്കളെ, നമ്മുടെ ബോയ് എന്താണ്, വളരെ ആത്മാർത്ഥതയായിട്ട് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. ആൻഡ് ബട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഈസ് എ റിയലിസ്റ്റിക്. പക്ഷെ അവസാനം അവൻ എന്ത് വരികയാണ് മക്കളെ, ബോധം വരികയാണ് അല്ലെ. അവൻ എന്ത് ചെയ്യാണ്, നന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങാണ് അല്ലെ. അവൻ ലാസ്റ്റ് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് റോസാപ്പൂക്കെ അവൻ വലിച്ചെറിഞ്ഞ് അവന് മനസ്സിലാവാണ് ഈ ഭൂമിയിൽ സ്നേഹത്തിനൊന്നും എന്തില്ല, ആത്മാർത്ഥമായ സ്നേഹത്തിനൊക്കെ ചില സമയത്ത് ഒരു വിലയില്ല എന്നുള്ളത് അവന് തിരിച്ചറിയാണ് കേട്ടോ. Then activity 2, imagine that the young student has realized the sacrifice made by the writing അല്ലെ. നമ്മളൊക്കെ ഈ സ്റ്റോറി വായിച്ചപ്പോൾ അറിയാതെ പോയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ആ ബോയ്ക്ക് ആ നൈറ്റിങ്ങൾ ചെയ്ത ത്യാഗമൊക്കെ മനസ്സിലാവണേ, ആ നൈറ്റിങ്ങൾ പറയുന്നത് മനസ്സിലാവണേ എന്നല്ലേ. അങ്ങനെ ഇതാ ഇങ്ങനെ ഒരു അവസരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യങ് സ്റ്റുഡന്റ് തിരിച്ചറിയാണ് ആ നമ്മുടെ നൈറ്റിങ്ങൾ അവന് വേണ്ടിയിട്ട് ജീവിതം സാക്രിഫൈസ് ചെയ്തത്. ഹി ഫീൽസ് വെരി സാഡ് ആൻഡ് റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് അബൌട്ട് ഇറ്റ് അല്ലെ. അവന് വളരെ വിഷമാവാണ്, പക്ഷെ അവൻ ഒരു കാര്യം ചെയ്തു, ആ വിഷമം വെച്ച് അവന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാണ് മക്കളെ. പണി തരുന്നത് നമുക്കാണ്, അവന്റെ വിഷമാണെങ്കിലും അല്ലെ. വാട്ട് വുഡ് ബി ഹി റൈറ്റ്സ് റൈറ്റ് ദ ലെറ്റർ അല്ലെ മക്കളെ. ലെറ്റർ എഴുതാം, ഫ്രണ്ടിനാണ് എഴുതുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് അല്ലെ, ഫ്രം ഫ്ലാറ്റ് നമ്പർ 21 റോസ് ഗാർഡൻ. ഫസ്റ്റ് ലെറ്റർ എഴുതുമ്പോ ഏത് അഡ്രസ് എഴുതണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെറ്റർ എഴുതുന്ന ആൾക്കാണ് ഇമ്പോർട്ടൻസ് അല്ലെ. ലെറ്റർ എഴുതുന്നത് നമ്മളല്ലേ, അപ്പൊ നമ്മുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അത് മാത്രം ഓർത്ത് വെക്കാനാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ലെറ്റർ എഴുതുന്നത് ഇവിടെ ആരാണ്, നമ്മുടെ ബോയ് ആണ്. അപ്പൊ അവന്റെ അഡ്രസ്സാണ് ഇതിന്റെ മുകളിൽ. അപ്പൊ ഫ്രം അഡ്രസ്, എവിടെ നിന്നാണോ വരുന്നത് ആ അഡ്രസ് അല്ലെ. മുകളിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഏത് അഡ്രസ്സാ മക്കളെ, ഫ്രം അഡ്രസ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം. ഫ്രം അഡ്രസ് ആണ് ഫ്ലാറ്റ് നമ്പർ 21 റോസ് ഗാർഡൻ സ്കൈലൈൻ ബിൽഡേഴ്സ് കോട്ടയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബോയുടെ അഡ്രസ് അങ്ങ് ഉണ്ടാക്കി എഴുതുക കേട്ടോ. ദെൻ ഡിയർ ആനന്ദ്, അവന്റെ ഫ്രണ്ടിന്റെ പേരാട്ടോ ആനന്ദ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ റീസെന്റ് ലെറ്റർ. യു ഹാവ് ആസ്ക്ഡ് മീ ടു ടെൽ യു ഹൗ ഐ സ്പെൻഡ് മൈ ഹോളിഡേസ് അല്ലെ. ആ ലാസ്റ്റ് നീ എനിക്ക് അയച്ച ലെറ്റർ അല്ലെ, ഒരുപാട് നന്ദിയുണ്ട്. ലാസ്റ്റ് ലെറ്ററിൽ എന്തായിരുന്നു, നീ എങ്ങനെയാണ് ഹോളിഡേ സ്പെൻഡ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ലാസ്റ്റ് ലെറ്റർ അയച്ചല്ലോ അല്ലെ. എനിക്ക് ഒരുപാട് സന്തോഷമായി. ബട്ട് ലാസ്റ്റ് ഹോളിഡേസ് ആർ നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ മീ. പക്ഷെ നീ ലാസ്റ്റ് ഹോളിഡേ അടിപൊളിയാക്കിയിരുന്നെങ്കിലും എൻ്റെ ലാസ്റ്റ് ഹോളിഡേ എന്ന് പറയുന്നത് കുറച്ച് നല്ലതല്ലായിരുന്നു എനിക്ക്. I'm writing this letter to tell you about some bitter and the touching experience that happened at that days അല്ലെ. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എൻ്റെ ലൈഫിൽ ആ ഒരു ടൈമിൽ ഉണ്ടായ വളരെ കൈപ്പേറിയ, ബിറ്റർ എന്ന വളരെ കൈപ്പേറിയതും വളരെ ടച്ചിങ് എക്സ്പീരിയൻസ് അല്ലെ, എൻ്റെ ഹൃദയത്തെ തൊട്ടുപോയിട്ടുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഹാപ്പൻഡ് ഇൻ ദാറ്റ് ഡേ. ആ ദിവസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് പറയാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. ഡോണ്ട് യു നോ മൈ ലേഡി ലവ്, നിനക്കറിയാലോ എന്റെ ലേഡി ലവ്. ഇതിനെ കുറിച്ചൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. നിനക്കറിയില്ലേ ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ കുറിച്ച്. ദ പ്രൊഫസേഴ്സ് ഡോക്ടർ, നമ്മുടെ പ്രൊഫസറുടെ അല്ലെങ്കിൽ ആ പ്രൊഫസറുടെ മകൾ. വൺ ഡേ ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വുഡ് ഡാൻസ് വിത്ത് അറ്റ് ദ പ്രിൻസസ് ബോൾ ഇഫ് ഐ ബ്രോട്ട് ഹെർ റോഡ്സ്. അവൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അവള് പ്രിൻസിന്റെ ഡാൻസ് പാർട്ടിയിൽ എന്റെ കൂടെ ഡാൻസ് കളിക്കാം, പക്ഷെ എന്ത് വേണം, ഞാനൊരു റെഡ് റോസാപ്പ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവള് ഡാൻസ് പാർട്ടിയിൽ എന്റെ കൂടെ ഡാൻസ് കളിക്കാമെന്ന് അവൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു. You know, roses could not be found in that season and so I was very depressed. നിനക്കറിയാലോ ആ സമയത്ത്, ആ ഹോളിഡേയുടെ സമയത്ത് വിന്റർ സീസൺ ആണല്ലോ, അപ്പൊ നിനക്കറിയാലോ ആ സമയത്ത് റോസാപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, വളരെ നിരാശയിലോട്ട് പോയി. ഐ സാറ്റ് ഇൻ മൈ ഗാർഡൻ വീപ്പിംഗ്. ഞാനിങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ട് എന്റെ ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു. ബിക്കോസ് ഷി വാസ് വെരി ബിലവ് ടു മീ. കാരണം എന്തായിരുന്നു, അവളെ എനിക്ക് എന്തായിരുന്നു, ഒരുപാട് എനിക്ക് ഇഷ്ടമായിരുന്നു. And I feared
because she was very beloved to me. അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. I feared that she would not dance with me. ഞാൻ ഭയപ്പെട്ടു അവൾ എന്റെ കൂടെ ഡാൻസ് കളിക്കില്ല എന്ന്. Seeing my sorrow, a nightingale took pity on me. എന്റെ ഈ വിഷമം കണ്ടുകൊണ്ട് ഒരു നൈറ്റിംഗലിന് എന്തായി മക്കളെ? എന്റെ ഈ വിഷമം കണ്ടുകൊണ്ട് ഒരു നൈറ്റിംഗലിന് എന്നോട് ദയ തോന്നി. It approached all the rose plants and requested for the rose flower. അത് കണ്ടിട്ട് അവൾ എന്ത് ചെയ്തു? ആ നൈറ്റിംഗിൾ ഓരോ റോസ് ചെടിയുടെ അടുത്തോട്ടും പോയിട്ട് അപേക്ഷിച്ചു, അപ്രോച്ച് ചെയ്തു അല്ലെ. എന്ത്? എനിക്ക് ഒരു റെഡ് റോസാപ്പൂവിന് വേണ്ടിയിട്ട് അവൾ ഓരോ ചെടിയോടും പോയിട്ട് റിക്വസ്റ്റ് ചെയ്തു. ബട്ട് ഇൻ വെയിൻ. ഫൈനലി അവസാനം എന്ത് സംഭവിച്ചു മക്കളെ? the rose tree near my window promised to help it. അല്ലെ, അവൾ എന്ത് ചെയ്തു? അവസാനം എന്റെ വിൻഡോയുടെ അടുത്തുള്ള റോസാപ്പൂ ചെടി അവൾക്ക് പ്രോമിസ് കൊടുത്തു to help it. but the winter had chilled the veins. പക്ഷെ ഹെൽപ്പ് കൊടുത്തെങ്കിലും വിന്റർ തണുപ്പ് കാലം അതിന്റെ സിരകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചില്ലാക്കിയിട്ടുണ്ടായിരുന്നു, ഐസിന്റെ കട്ടയാക്കിയിട്ടുണ്ടായിരുന്നു. വെയിൻസ് മീൻസ് സിരകൾ പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഘാടങ്ങളാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ദ ഫ്രോസ്റ്റ് ആഡ് നിപ്ഡ് ഇറ്റ്സ് ബഡ്സ് അല്ലെ, അതിന്റെ മൊട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഐസ് കട്ട കൊണ്ട് ഇങ്ങനെ ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ സ്റ്റോം ഹാഡ് ബ്രോക്കൻ ഇറ്റ്സ് ബ്രാഞ്ചസ്. ആ സമയത്ത് അടിക്കുന്ന കൊടുങ്കാറ്റിലെ വീശിയടിക്കുന്ന തണുത്ത കാറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിന്റെ ബ്രാഞ്ചസുകളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അതിന്റെ ശാഖകളൊക്കെ ഒടിഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. So it could give a red rose only if the nightingale should sing to the tree with its breast against a thorn. The red blood must flow into its vein. സോ അവൾ എന്താവശ്യപ്പെട്ടു? റെഡ് റോസാപ്പൂ എന്താവശ്യപ്പെട്ടു? നൈറ്റിംഗലിനോട് പാട്ട് പാടണം. എങ്ങനെ പാട്ട് പാടണം? അതിന്റെ ബ്രസ്റ്റ് അതിന്റെ തോണിലൊക്കെ അതിന്റെ മുള്ളിലോട്ട് അമർത്തി വെച്ചുകൊണ്ട് പാട്ട് പാടണം. അങ്ങനെ ആവുമ്പോൾ അവളുടെ ബ്ലഡ് എന്ത് ചെയ്യും? അതിന്റെ വെയിനിലൂടെ അതിന്റെ സിരകളിലൂടെ ഇങ്ങനെ ഒഴുകി ആ മുള്ളിലൂടെ പോയിട്ട് അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകി ചെല്ലും. All the night it sang with its breast against the thorn and stained the rose tree with its life blood. അല്ലെ, ആ ഒരു രാത്രി മുഴുവൻ എന്ത് ചെയ്താണ്? അത് അതിന്റെ ബ്രസ്റ്റ് തോണിലോട്ട് വെച്ചിട്ട് പാട്ട് പാടുകയാണ്. അങ്ങനെ അതിന്റെ ബ്ലഡ് ഫുൾ എന്ത് ചെയ്തു? ആ ഒരു ഇതിലോട്ട് വലിച്ചെടുത്ത് കളർ വലിച്ചെടുത്തു. മാർവലസ് റോസ് ബ്ലോസംഡ് അല്ലെ, എന്ത് ചെയ്തു? വളരെ മനോഹരമായിട്ടുള്ള ഒരു റോസാപ്പൂ എന്തായി? ഉണ്ടായി. ഷീ പ്രസ്ഡ് ക്ലോസർ ആൻഡ് ക്ലോസർ. അവൾ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും അമർത്തി പ്രസ് ചെയ്ത് അതിനോട് അടുപ്പിച്ചു വെച്ചു. ബിറ്റർ ആൻഡ് ബിറ്റർ വാസ് ദ പെയിൻ അല്ലേ, വളരെ അങ്ങേയറ്റം വേദന അനുഭവിച്ചു. ഫൈൻഡർ ആൻഡ് ഫൈൻഡർ ഗ്രൂ ഹെർ സോങ് അല്ലെ, എന്ത് ചെയ്തു മക്കളെ? വീണ്ടും വീണ്ടും ഇങ്ങനെ മങ്ങിപ്പോയി, അതിന്റെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് മങ്ങി വന്നു അവളുടെ പാട്ടിന്. ദ റോസ് ബിക്കം ക്രൈംസ് അല്ലേ, ചോര ഇങ്ങനെ ക്രൈംസ് പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ലേ? ആ സൂര്യാസ്തമയ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ചുവപ്പ് നിറം ഉണ്ടല്ലോ, ആ ഒരു ലെവലിലോട്ട് ആ റോസാപ്പൂ വന്നു. ഇറ്റ് ഗേവ് വൺ ലാസ്റ്റ് ബേസ്റ്റ് ഓഫ് മ്യൂസിക് and lay dead in the grass with a thorn in her heart. അല്ലെ, ഇറ്റ് ഗേവ് ദ ലാസ്റ്റ് ബേസ്റ്റ് ഓഫ് ദ മ്യൂസിക്. അവളിൽ അവസാന മ്യൂസിക്കും അവള് പാടിക്കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു മക്കളെ? ആ പുല്ലിലോട്ട് അവള് മരിച്ചു വീണു. വിത്ത് എ thorn in her heart അല്ലെ, ആ മുള്ള് അവളുടെ ഹൃദയത്തിൽ കുത്തിക്കൊണ്ട് അവൾ ആ ഒരു പുൽച്ചെടികളുടെ മുകളിലോട്ട് മരിച്ചു വീണു. ക്ലിയർ? വാട്ട് എ ഗ്രേറ്റ് സാക്രിഫൈസ് എ നൈറ്റിംഗൽ ഹാസ് ഡൺ ഫോർ മീ അല്ലെ, എന്തൊരു വലിയ ത്യാഗമാണ് ആ ഒരു നൈറ്റിംഗൽ എനിക്ക് വേണ്ടി ചെയ്തത്. ദ നൈറ്റിംഗൽ തോട്ട് ദാറ്റ് ദ ലവ് വാസ് ബെറ്റർ ദാൻ ലൈഫ്. നൈറ്റിംഗൽ എന്ത് ചിന്തിച്ചു? ലൈഫിനേക്കാൾ വലുത് എന്താണ്? സ്നേഹമാണെന്നാണ് ചിന്തിച്ചത്. ആൻഡ് ദാറ്റ് ദ ബേർഡ്സ് ഹേർട്ട് വാസ് നത്തിങ് കമ്പയർഡ് ടു ദ മാൻസ് ലൈഫ് അല്ലെ, മനുഷ്യന്റെ ഹൃദയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പക്ഷിയുടെ ഹൃദയം എത്രയോ വലുതാണ് അല്ലെ. മനുഷ്യന്റെ ഹൃദയം എന്താണ്? ഒന്നുമില്ലാത്തതാണ് അല്ലെ. ആ പക്ഷിയുടെ ഹൃദയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഹൃദയം എന്താണ്? നത്തിങ് ആണ് അല്ലെ. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മക്കളെ? വളരെ ഒന്നുമില്ലാത്തതാണ് അല്ലെ. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കും, മനുഷ്യന്റെ ഹൃദയം ഒന്നുമല്ല. ഓക്കെ, ഐ ഫീൽ ക്വൈറ്റ് സാഡ് അബൌട്ട് ദ ബേർഡ് അല്ലെ. എനിക്ക് എന്താണ്? അതൊക്കെ സ്വാഭാവികമാണ് അല്ലെ. വളരെയധികം അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടമുണ്ട്, ആ പക്ഷിയെ കുറിച്ച് ആലോചിച്ചിട്ട്. ഇറ്റ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ടു പ്രൊട്ടക്ട് മൈ ലവ്. അതെന്ത് ചെയ്തു? എന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട്, എന്റെ സ്നേഹം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് അതിന്റെ ജീവിതം തന്നെ
ത്യാഗം ചെയ്തു. I made up my mind to love all the birds, and animals, do whatever I can to preserve and protect everything in nature. I made up my mind to love all the birds. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? ആ പക്ഷികളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മൈൻഡിൽ ഓർത്തു വെക്കും. And animals, do whatever I can to preserve and protect everything in nature. ഇനി ഒന്ന് ചെയ്യാനുള്ളൂ, എന്താണ്? അവരെ സംരക്ഷിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും എന്തെല്ലാമൊക്കെ ചെയ്യണമോ അതെല്ലാം ഞാൻ ചെയ്യും. With regards, sign Sandeep. Clear? Then activity 3. The rejected student goes to his room overwhelmed with the feelings and makes diary entry. Write the diary entry which you should express. അല്ലെ മക്കളെ, ഡയറി ലെറ്റർ ഒക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് എക്സാമിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോ ഈ ഒരു ഫീലിങ്ങും റോസാപ്പൂ ഒക്കെ വലിച്ചെറിഞ്ഞ് ആ ഫീലിംഗ് ഒക്കെ കൊണ്ട് നമ്മുടെ ബോയ് ഇങ്ങനെ വീട്ടിലെത്താണ്. ഇനി ഒന്നും നോക്കണ്ട, ആ സങ്കടമൊക്കെ പാടെ ഡയറി എഴുതിയിട്ട് തീർക്കുകയാണ് മക്കളെ. പക്ഷെ ആ ഡയറിയിൽ എന്തൊക്കെ വേണം? സ്റ്റുഡൻസ് ഫീലിങ്സ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ് ലവ്, സ്നേഹത്തിന് ശേഷം, സ്നേഹം റിജക്റ്റ് ആയതിനു ശേഷമുള്ള അവന്റെ ഫീലിങ്സ് അതിൽ വേണം. അതുപോലെ തന്നെ വാട്ട് ഹി തിങ്സ് ഓഫ് ദ പ്രൊഫസേഴ്സ് ഡോക്ടർ, അല്ലെ, പ്രൊഫസറുടെ ഡോക്ടറെ കുറിച്ച് അവൻ എന്താണോ ചിന്തിച്ചത് അതും അതിൽ വേണം. വാട്ട് ഹി വിൽ ഡു ഇൻ ഫ്യൂച്ചർ, ഇനി എന്താണ് എന്റെ ഭാവി, അല്ലെ, അതൊക്കെ ചിന്തിക്കുമല്ലോ, അല്ലെ, അതൊക്കെ അതിൽ വേണം. നോക്കാം, ഡയറി നോക്കാം. ഡയറി എഴുതുമ്പോ ഡേറ്റ് എഴുതണം, ദിവസം എഴുതണം, മറക്കരുത് കേട്ടോ. വാട്ട് എ സില്ലി മാൻ ഐ ആം, എന്തൊരു സിമ്പിൾ ആയിട്ടുള്ള, എന്തൊരു മനുഷ്യനാണ് ഞാൻ, അല്ലെ, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള, ഇത്ര സില്ലി ആയിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. ഐ ബിലീവ് ദ വേർഡ്സ് ഓഫ് ദാറ്റ് എ ക്രൂവൽ ലേഡി, ഞാൻ ആ പെൺകുട്ടിയുടെ, ആ വളരെ ക്രൂവലായിട്ടുള്ള ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചല്ലോ. വാട്ട് എ റെച്ചഡ് ഫേറ്റ് ഇൻ മൈൻഡ്, ഐ ഹാവ് നെവർ തോട്ട് ഷീ വുഡ് ബി ചേഞ്ച്ഡ് ദിസ് മച്ച്, അല്ലെ, ഞാൻ ഒരിക്കൽ പോലും, എന്തൊരു വിധിയാണ് എന്റേത്, അല്ലെ, ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഒരു വിധിയാണ് എന്റേത്, ഇത് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ദാറ്റ് വുഡ് ബി ദിസ് മച്ച്, അവൾ ഈ ഒരു മാറ്റം അവളിൽ ഉണ്ടാവും, ഇത്രമാത്രം അവൾ മാറുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. ഐ കാൻ എവർ ഇമാജിൻ, എനിക്കിത് ഒരിക്കൽ പോലും ഇമാജിൻ ചെയ്യാൻ പോലും, ചിന്തിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. ഹൗ ക്യാൻ ഷീ സേ ദാറ്റ് ദ റെഡ് റോസ് വുഡ് നോട്ട് ഗോ വിത്ത് ഹെർ റെഡ്സ്, എങ്ങനെയാണ് അവൾക്ക് അവളുടെ റെഡ് റോസ്, ആ റെഡ് റോസ് അപ്പോൾ അവളുടെ ഡ്രസ്സിന് മാച്ച് ആയില്ല എന്ന് എങ്ങനെ പറയാൻ തോന്നി അവൾക്ക്? ഷീ ഹാസ് ഗിവൺ ഹെർ ജ്വൽസ് ആൻഡ് ദ ചാമ്പർലൈൻ നെഫ്യൂ, ഹൗ ഡെയർ ഷീ സേ ദാറ്റ് ദ ജ്വല്ലേഴ്സ് കോസ്റ്റ് ഫോർ മോർ ദാൻ ദ ഫ്ലവർ, അല്ലെ, അവൾ എന്ത് ചെയ്തു, അവൾക്ക് അവൻ കൊണ്ടുപോയി കൊടുത്ത, ആര്, നമ്മുടെ ചാമ്പർലൈൻ നെഫ്യൂ കൊണ്ടുപോടുത്ത ജ്വല്ലേഴ്സ്, അല്ലെ, അവൾക്ക് എങ്ങനെ പറയാൻ തോന്നി, അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ ഫ്ലവറിന്റെ ആട്ടിലും വലുതാണ് ആ ജ്വല്ലറി എന്ന് പറയാൻ? She did not know how much I suffered to get a red rose, അല്ലെ, അവൾക്കറിയില്ല ഞാൻ എത്രമാത്രം ഒരു റെഡ് റോസ് ആ പൂവിന് വേണ്ടിയിട്ട് സഫർ ചെയ്തിട്ടുണ്ട് എന്ന്. Can wealth and position be more valuable than the real love? അല്ലെ, വെൽത്തിലെ സമ്പത്തും പൊസിഷനും, അല്ലെ, സമ്പത്തും അതുപോലെ പദവിയുമാണ് സ്നേഹത്തെക്കാൾ കൂടുതൽ വാല്യൂ ഉള്ളത്. ഐ മസ്റ്റ് നെവർ ഗെയിൻ ട്രസ്റ്റ് എ ഗേൾ, ഇറ്റ് ഈസ് ട്രൂ, അല്ലെ, ഇസ് ഇറ്റ് ഷുവർ, ഇനി ഒരിക്കൽ പോലും, ഇത് ഉറപ്പാണ്, ഇനി ഒരിക്കൽ പോലും ഞാൻ ഒരു പെൺകുട്ടിയെയും വിശ്വസിക്കില്ല. ദാറ്റ് എ പ്യുവർ നൈറ്റിംഗിൾ സാക്രിഫൈസ് ഇറ്റ്സ് ലൈഫ് ഫോർ മീ, ആ പാവപ്പെട്ട നൈറ്റിംഗിൾ അതിന്റെ ജീവിതം എനിക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തു. ബട്ട് ഐ ഡിഡ് നോട്ട് ഗിവ് നത്തിങ് ബാക്ക് ടു ഇറ്റ്, പക്ഷെ എനിക്ക് തിരിച്ച് ഒന്നും തന്നെ നൽകാൻ സാധിച്ചില്ല. So I take a pledge that I shall dedicate my whole life for the protection and the preservation everything in nature. So എനിക്ക് ഒന്ന് മാത്രം ചെയ്യാൻ കഴിയും, ഞാൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, അല്ലെ, എന്ത് പ്ലഡ്ജാണ്? ഞാൻ ഇനി അങ്ങോട്ട് എന്റെ ജീവിതം, എന്റെ വോൾ ലൈഫ്, ഇനി എന്റെ മുഴുവൻ ജീവിതവും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുക? ഡെഡിക്കേറ്റ് ആണ് സമർപ്പിക്കുക കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാണ് എന്റെ ജീവിതം മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നത്? ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് ദ പ്രിസർവേഷൻ, അല്ലെ, സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെ, സംരക്ഷണം, അല്ലെ, പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എവരിത്തിങ് ഇൻ നാച്ചർ, പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എന്റെ മുഴുവൻ ജീവിതവും മാറ്റിവെക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ മാത്രമേ എനിക്കിനി എടുക്കാൻ സാധിക്കുകയുള്ളൂ.
Activity 4. The relationship between the man and the nature is one of the theme of the story. അല്ലേ? അത് ഉറപ്പല്ലേ മക്കളെ? മനുഷ്യനും അതേപോലെ പ്രകൃതിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. The nightingale and the rose. അല്ലെ? In the story, the nightingale, the green lizard and the rose tree speak like human beings. അല്ലെ? അതിന്റെ ഇടക്ക് വന്നിട്ട് നമ്മുടെ അതുപോലെ നമ്മുടെ നൈറ്റിംഗിള്, ആ ഒരു ലിസാർഡ് പല്ലി, അതുപോലെ റോസാ പൂച്ചെടി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മുടെ മനുഷ്യരെ പോലെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അല്ലെ? Look at the poster given below and identify the features of the posters. Design the poster for the promoting awareness of the need of the conserving nature. അല്ലെ? നമ്മൾ ചെറുപ്പം മുതൽ അല്ലെ, എൽപ്പിക്കാലം മുതലേ നമ്മൾ ചെയ്യുന്നതാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു തീമില്, പ്രകൃതിയെയും അതിലുള്ള ജീവികളെയും സംരക്ഷിക്കുക എന്നുള്ള തീമില് പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു പോസ്റ്റർ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇവിടെ പോസ്റ്റേഴ്സ് ആർ യൂഷ്വലി കണ്ടെയ്ൻ നോട്ടീസ്, അഡ്വർടൈസ്മെന്റ് ആൻഡ് ഇൻവിറ്റേഷൻ. ദേ ആർ അട്രാക്റ്റീവ് ആൻഡ് ക്യാപിറ്റിവേറ്റിംഗ്. ദേ ആർ ഡിസൈൻഡ് ഐദർ ടു ഇൻവൈറ്റ് ഓർ അറ്റൻഷൻ ടു ഇവന്റ് ഓർ ദ ക്രിയേറ്റ് അവയർനെസ് ഓൺ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂ. അല്ലെ? ഈ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ, പ്രശ്നങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ ആളുകൾക്ക് പെട്ടെന്ന് ഒരു അവയർനെസ് കൊടുക്കുകയും എന്നാൽ വളരെ ചുരുങ്ങിയ വാക്കോട് കൂടിയിട്ട് എന്നാലോ അതിന്റെ ഫുൾ ആഴത്തിലേറിയ മീനിങ്ങും വരുന്ന രീതിയിലോട്ടുള്ള 2, 3, 4, 5 വരികളിലൂടെ ഒരു മേക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് വളരെ സീരിയസ് ആയിട്ട് ആ ഇഷ്യൂ വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഈ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് എന്ത് വേണം? ഒരു ലേഔട്ടും അതിന്റെ കണ്ടന്റും നല്ല ലാംഗ്വേജും ഒക്കെ അതിൽ എന്ത് വേണം മക്കളെ? നിർബന്ധമായിട്ട് വേണം. നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് എ പോസ്റ്റേഴ്സ് അല്ലെ? ഒരു പോസ്റ്ററിന് വേണ്ട ഫീച്ചേഴ്സ് ഇമാജിനേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് അല്ലെ? അത് നമുക്ക് ഇങ്ങനെ വളരെ ഇമാജിനേറ്റീവ് ആവണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. എഫക്റ്റീവ് ഹൈലൈറ്റിംഗ് ദ ഇഷ്യൂ അല്ലെ? ആ ഇഷ്യൂവിനെ എഫക്റ്റ് ചെയ്തിട്ടാണ്, എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ ഇപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്തിട്ടായിരിക്കണം. ഗുഡ് യൂസ് ഓഫ് ടെക്സ്റ്റ്, ഇമേജ് ആൻഡ് ലേഔട്ട് അല്ലെ? അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റ്, അത് ചെയ്യുന്ന ടെസ്റ്റ് വളരെ ഭംഗിയായിട്ട് ചെയ്യണം. അടിപൊളിയായിട്ടുള്ള ഇമേജുകൾ, ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്യുക. അതിന്റെ ലേഔട്ട് എന്ത് ചെയ്യണം? അടിപൊളിയായിട്ടിരിക്കണം. ഓക്കെ. ദെൻ ഇല്ലുസ്ട്രേഷൻസ്, ക്യാപ്ഷൻസ് വേണം. ക്ലിയർ ആൻഡ് ബോൾഡ് മെസ്സേജ് ആയിരിക്കണം കൊടുക്കുന്നത്. ലാംഗ്വേജ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ്. അത് വളരെ ഇമ്പോർട്ടൻസ് ആട്ടോ. വളരെ ടഫ് ആയിട്ടുള്ള ഭാഷ യൂസ് ചെയ്തിട്ട് സിമ്പിളും ആവണം, അതേപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആവണം. ഡീറ്റെയിൽസ് ലൈക്ക് പ്ലേസ്, ടൈം, ഓർഗനൈസർ, ഇത്രയും പ്ലേസും ടൈമും ഓർഗനൈസേഴ്സും ഒക്കെ അതിൽ നിർബന്ധമാണ്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആവണം. ക്ലിയർ? ഇനി നമുക്ക് ഇവിടെ കുറച്ച് പോസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ പിക്ചറും ഇമേജും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ മേക്ക് ചെയ്യുമ്പോൾ അതിന് പിക്ചറും ഇത് വളരെ മനോഹരമാക്കിയിട്ട് കൊടുത്ത് അതിന് എഴുതാനുള്ള വേർഡ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പ്രിപ്പയർ എ poster for the promoting awareness on the need of conserving nature. We protect what we love. Time in nature open our hearts and make us realize we are the part of the nature. Don't destroy the greenery. Don't spoil the scenery. Save Mother Earth. Save the trees now, they will save you in future. അല്ലെ? നമ്മൾ പണ്ടേ എഴുതാറുള്ള 2 ഡയലോഗ് ഉണ്ട്. സേവ് ദ ട്രീ, സേവ് ദ എർത്ത് അല്ലെ? സേവ് ദ പ്ലാന്റ് അല്ലെ? അത് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ മക്കളെ. അപ്പോ സേവ് ദ ട്രീസ് നൗ, ദേ വിൽ സേവ് യു ഇൻ ഫ്യൂച്ചർ അല്ലെ? ഇതൊക്കെ വളരെ സിമ്പിൾ ആട്ടോ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴൊന്നും എന്നും സേവ് ദ ട്രീ, സേവ് എർത്ത്, സേവ് ട്രീ, പ്ലാന്റ് ട്രീ ഇതിങ്ങനെ എഴുതി വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാം? കുറച്ചും കൂടെയൊക്കെ വേർഡ്സുകൾ വരുന്ന രീതിയിലോട്ട് എഴുതിക്കുമ്പോൾ ഒന്നും കൂടെയൊക്കെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതെങ്കിലും പഠിച്ചു വെക്കുക. സേവ് ട്രീസ് നൗ, ദേ വിൽ സേവ് യു ഇൻ ഫ്യൂച്ചർ. ഓക്കെ. Then plant a tree so that the next generation can get air for free. അല്ലെ? പ്ലാന്റ് എ ട്രീ, അവർ നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ വരും തലമുറക്ക് എന്ത് കിട്ടും? ക്യാൻ ഗെറ്റ് എയർ ഫോർ ഫ്രീ. ഫ്രീ ആയിട്ട് എയർ കിട്ടും. ദർ ഈസ് ഇനഫ് ഓൺ ദ എർത്ത് ഫോർ ദ ഹ്യൂമൻസ് നീഡ് ബട്ട് നോട്ട് ഹ്യൂമൻസ് ഹീഡ്. അല്ലെ? വളരെ വലിയ നല്ല വാക്കുകൾ അല്ലെ? എന്താണ്? ദർ ഇസ് ഇനഫ് ഓൺ ദ എർത്ത് ഫോർ ദ ഹ്യൂമൻസ് നീഡ്. മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഭൂമിയിലുണ്ട്, പക്ഷെ മനുഷ്യന്റെ അത്യാഗ്രഹത്തിനുള്ളത് ഭൂമിയിൽ ഇല്ല. എ പ്ലാന്റ് എ ഡേ കീപ്സ് ദ ഫ്ലഡ് അവേ. ക്ലിയർ? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വേർഡുകളുണ്ട്. അപ്പൊ ഇതിൽ 1 or 2 വേർഡുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചു വെക്കുക. പോസ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക്
ഒറ്റയടിക്ക് 4ഉം 5ഉം മാർക്കും കിട്ടുന്നതാണ് അല്ലെ. ഒരുപാട് എഴുതാനുള്ള ഒന്ന് ഡിസൈനൊക്കെ ചെയ്ത് എഴുതുന്ന വേർഡ് വൃത്തിയായിട്ട് എഴുതും കൂടെ ചെയ്താൽ ഒരുപാട് ഗ്രാമറൊന്നും അതിൽ വരില്ല അല്ലെ. അപ്പൊ എഴുതുന്ന വേർഡ് വളരെ വൃത്തിയായിട്ട് എഴുതുക, നല്ല അടിപൊളിയായിട്ട് പോസ്റ്ററൊക്കെ മേക്ക് ചെയ്താൽ 5-6 മാർക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ അതിനെങ്കിലും നിങ്ങൾ റിസ്ക് എടുത്തിട്ട് വേർഡ്സുകൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. സോ ഇത്രയും ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.